ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് ദിവസമായിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ദിവസമല്ല, ഒരു മാസമായിട്ട് ഏകദേശം. പക്ഷേ ചില തിരക്ക് കാരണം എനിക്കത് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമുക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഓൺലൈനായിട്ടുള്ളൊരു ക്ലോത്തിങ് ഒരു സ്റ്റോറുണ്ട്. വിക ഫാഷൻ സ്റ്റോർ എന്നാണ് അതിൻ്റെ പേര്. ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. എൻ്റെ സ്ഥിരമായിട്ടുള്ള വ്ളോഗ്സ് കാണുന്നവർക്കറിയാം, മനസ്സിലാവും. ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബിലൊക്കെ അത് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു ലാസ്റ്റ് ഒരു 2-3 months ആയിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുകയായിരുന്നു. കല്യാണത്തിൻ്റെ ഷോപ്പിങ്ങിൻ്റെ ടൈമിലും അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ സമയത്തും കല്യാണം കഴിഞ്ഞിട്ടുള്ള തിരക്കൊക്കെ കാരണം അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. സോ ഞാനൊരു ബ്രേക്ക് എടുത്തു. ഒരു 3 month ഞാനത് സ്റ്റോപ്പ് ചെയ്തു. അതിൻ്റെ ഇടയിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു ചില ഡ്രസ്സിനൊക്കെ. പക്ഷെ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓർഡർ എടുത്തിട്ട് എനിക്കത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഇതുള്ള കാരണം ഞാൻ എടുത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമ്മുടെ ഓൺലൈൻ സ്റ്റോർ വിക ഫാഷൻ സ്റ്റോർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചിയുടെ ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ സ്റ്റോപ്പ് ചെയ്തോ, നിർത്തിയോ, ആദ്യം ഭയങ്കര ഉഷാറൊക്കെ ആയിരുന്നല്ലോ, കൊണ്ടുപോയി അവസാനിപ്പിച്ചോ. അതുപോലെ തന്നെ ചിലർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണത് കണ്ടു, ചേച്ചിയുടെ ക്ലോത്തിങ് ബ്രാൻഡ് ഇപ്പോൾ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും കൂടിയുള്ളൊരു വീഡിയോ ആണിത്. നമ്മുടെ ക്ലോത്തിങ് ബ്രാൻഡ്, അതായത് വിക ഫാഷൻ സ്റ്റോർ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റോറിൽ ഇനി എന്താ പറയുക, മെറ്റീരിയൽസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടാവില്ല. നമ്മൾ മുന്നേ ഉണ്ടായിരുന്നത് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു, കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു, റെഡിമെയ്ഡ്സ് ഉണ്ടായിരുന്നു, സാരീസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ സ്റ്റോറിൽ ഇനി സാരീസ് മാത്രമായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ ഇൻ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഞാൻ മെറ്റീരിയൽസ് കൊണ്ടുവന്നേക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റോറിൽ ഇനി നമ്മൾ സാരീസ് മാത്രമായിരിക്കും ഇറക്കുന്നുണ്ടാവുക. ഓൾറെഡി നമ്മളൊരു 1-2 സാരീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരു സാരി ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 70 പീസ് സെയിലായി പോയി എൻ്റെ കയ്യിൽ നിന്ന് തന്നെ. എനിക്കിപ്പോൾ ആ സാരി എവിടെയും കിട്ടാനില്ല. ഞാൻ കുറേ അന്വേഷിക്കുന്നുണ്ട്. കസ്റ്റമേഴ്സ് എനിക്ക് കുറേ മെസ്സേജ് അയക്കുന്നുണ്ട്, ചേച്ചി ആ സാരി റീസ്റ്റോക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ ഒത്തിരി അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ അതെനിക്ക് കിട്ടാനില്ല. എന്തായാലും ഞാൻ എടുക്കുന്ന സ്ഥലത്തൊന്ന് പോയി നോക്കണം എന്നൊക്കെ ഉണ്ട്. കുറച്ച് ലോങ് ആണ്. അപ്പോൾ അവിടെ പോയി നോക്കി കിട്ടുകയാണെങ്കിൽ ഞാനത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യും. ഒരു മെറൂൺ അല്ല, ഒരു ബ്രൗണും അല്ല, അങ്ങനത്തെ ഒരു കളറിലുള്ള ഒരു ചെക്ക്ഡ് ആയിട്ടുള്ള ഒരു കാഞ്ചി കോട്ടണിൽ വരുന്ന ഒരു ആരണി ചെക്ക്ഡ് ആയിട്ടുള്ള ഒരു സാരിയാണ്. ഞാൻ അതിൻ്റെ പിക്ക് ഇവിടെ കൊടുക്കാം കേട്ടോ, പറ്റുകയാണെങ്കിൽ. ആ സാരി നമ്മുടെ പേജിൽ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഓർഡേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ അടുത്ത് കുറച്ച് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ സെയിലായി പോകുന്നുണ്ട്. ഇനിയും കുറച്ചധികം വലിയൊരു ഒരു ഹ്യൂജ് ഓർഡർ വരികയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ അടുത്ത് അത്രയും പീസ് ഇല്ല. ചില ആളുകൾ ടീച്ചേഴ്സൊക്കെ തോന്നുന്നു ബൾക്കായിട്ടൊക്കെ മേടിക്കുന്നുണ്ട്. അതായത് ഒരു 10-15 പീസൊക്കെ ഒരുമിച്ച് മേടിക്കുന്നുണ്ട്. അത് കാരണം നമ്മുടെ അടുത്ത് അത്രയും അധികം പീസില്ല. പിന്നെ അങ്ങനെ കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും ഈ ഒരു മെറൂൺ കളറാണ് ചോദിച്ച് വരുന്നത്. അപ്പോൾ അതാണ് ഹാപ്പി ന്യൂസ്. മെയിനായിട്ട് നമ്മുടെ വിക ഫാഷൻ സ്റ്റോർ ഓൺലൈൻ സ്റ്റോർ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ബ്രൗൺ ചെക്ക്ഡ് സാരി നിങ്ങൾക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. കുറച്ച് സ്റ്റോക്ക് നമ്മുടെ അടുത്തുണ്ട്. പക്ഷെ ഒരു വലിയൊരു, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹ്യൂജ് ഓർഡറൊക്കെ ഒരുമിച്ച് വരികയാണെങ്കിൽ പെട്ടെന്ന് സെയിലായി പോകും കേട്ടോ. ഞാൻ എൻ്റെ വിക ഫാഷൻ സ്റ്റോറിൻ്റെ ID ഞാൻ താഴെ മെൻഷൻ ചെയ്യും. ഒരു മെറൂൺ കളറുള്ള ലോഗോയാണ്. ഞാൻ എൻ്റെ ലോഗോ കാര്യങ്ങളെല്ലാം മാറ്റി. മുന്നേ നമ്മളൊരു എന്താ പറയുക, സ്റ്റിച്ചിങ് മെഷീൻ, സൂചി, നൂല്, അതുപോലെ തന്നെ സിസേഴ്സ് എല്ലാം കൂടിയിട്ടുള്ള ഒരു ലോഗോയായിരുന്നു. ഇപ്പോൾ നമ്മളതൊക്കെ മാറ്റി. കാരണം കസ്റ്റമൈസേഷൻ നമ്മൾ ഫുള്ളി ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി സാരീസ് മാത്രമായിരിക്കും നമ്മൾ കൊണ്ടുവരിക. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസ് ആയിരിക്കും നമ്മൾ കൊണ്ടുവരിക കേട്ടോ. അതും നല്ല പ്രീമിയം ക്വാളിറ്റിയിലായിരിക്കും. ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജിൽ ആ ഒരു സാരി കൊണ്ടുവന്നപ്പോൾ ബാക്കി കുറേ പേജസിൽ ആ ഒരു കല്യാണി കോട്ടണിൽ വരുന്ന ആരണി ചെക്ക് സാരീസ് ഞാൻ കണ്ടു. പക്ഷെ എല്ലായിടത്തും ഭയങ്കര റേറ്റ് പറഞ്ഞാൽ ഞാൻ കുറേ പേജസ് ഉണ്ട്. ഞാൻ അര പേജസ് എടുത്ത് ഇങ്ങനെ പറയുന്നില്ല പേര്. 1300 വരെ റേറ്റ് എത്തി നിൽക്കുന്ന പേജസ് ഉണ്ട്. പക്ഷെ നമ്മുടെ സാരി, നമ്മൾ സെയിൽ ചെയ്യണ ആ സാരി 1000 അണ്ടർ ആണ് വരുന്നത്. അതായത് ബിലോ 1000 ആണ് വരുന്നത്. അത്രയും നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചില കസ്റ്റമർ റിവ്യൂ പറയണത് ഞാൻ കേട്ടു. അതായത് കുറേ പേജസിലൊക്കെ നോക്കി, അപ്പോൾ ഭയങ്കര റേറ്റ് കൂടുതലാണ്, ഈ പേജിലാണ് കുറച്ച് റേറ്റ് കുറവായിട്ട് തോന്നിയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സാരീസ് സെയിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള പേജസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് റേറ്റ് കുറവില്ല. കാരണം ഞാനും സാരീസ് ഇങ്ങനെ എൻ്റെ പേജിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേ പേര് സാരീസ് ഉള്ള പേജുകൾ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ എല്ലാത്തിനും നല്ല റേറ്റ് ആണ്. 1000 ബിലോ ആയിട്ട് വളരെ കുറവാണ് ഞാൻ കണ്ടേക്കുന്നത്. എല്ലാം 1000 എബോ ആണ്, അല്ലെങ്കിൽ 999 അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, നമ്മുടെ പേജിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസും കൊണ്ടുവരാം,
അത്യാവശ്യം നല്ല വെഡ്ഡിങ്ങിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന, ബ്രൈഡ്സ് മെയ്ഡ്സിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല പ്രീമിയം ആയിട്ടുള്ള സാരീസ് കൊണ്ടുവരാമെന്ന്. എന്തായാലും ഇപ്പം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസ് ആയിരിക്കും കൂടുതലും കൊണ്ടുവരിക കേട്ടോ. പ്രീമിയം ആയിട്ടുള്ള സാരീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി, നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ചെക്ക്ഡ് സാരീസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് DM ചെയ്താൽ മതി വിക ഫാഷൻ സ്റ്റോറിലേക്ക്, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് സ്റ്റിൽ ഇപ്പോഴും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്, എങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, ബിസിനസ്സിന് എവിടെ നിന്നാണ് സാധനം നമ്മൾ എടുക്കേണ്ടത്, അതുപോലെ തന്നെ ബിസിനസ്സിന് ലൈസൻസ് വേണം എന്നൊക്കെ ചോദിച്ചിട്ട് സ്റ്റിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക ഹൗ ടു സ്റ്റാർട്ട് എ ക്ലോത്തിങ് ബിസിനസ് ഓൺലൈനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ പേര് വെച്ചിട്ട് കാവ്യാസ് വേൾഡ് ഹൗ ടു സ്റ്റാർട്ട് എ ക്ലോത്തിങ് ബിസിനസ് അടിച്ചു നോക്കിയാൽ സെർച്ച് ചെയ്യുന്നത് വരുന്നുണ്ട്, കാണുന്നുണ്ട്. മലയാളം നടിക്കണം കേട്ടോ, ഇംഗ്ലീഷിൽ വേറെ കുറേ പേര് ചെയ്തിട്ടുണ്ട്, മലയാളത്തിൽ വളരെ കുറച്ച് പേരാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ എൻ്റെ ഒരു വീഡിയോ അത്യാവശ്യം നല്ല റീച്ച് പോയൊരു വീഡിയോ ആണ്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഞാൻ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് എങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, എന്തൊക്കെ വേണം, എങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക ബിസിനസ്, അതുപോലെ തന്നെ എങ്ങനെയാണ് സെയിൽ ചെയ്യുക, പാക്കിംഗ്, അതുപോലെ തന്നെ ഡിസ്പാച്ചിങ്, നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, അങ്ങനെ ഒരുവിധം എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. ലൈസൻസ് അത് മെയിനാണ് കേട്ടോ, ലൈസൻസ് എവിടെ നിന്ന് എടുക്കേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സ്റ്റിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരുന്നുണ്ട്, ചേച്ചി യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് മെസ്സേജ് അയക്കുകയാണ് എവിടെ നിന്നാണ് എടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഞാൻ എവിടെ നിന്ന് എടുക്കണേ, അത് ഞാൻ മെറ്റീരിയൽസ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക. സാരി ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല, അത് ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് മെൻഷൻ ചെയ്യാം. സാരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ അത്യാവശ്യം സെർച്ച് ചെയ്ത് ഇതിൻ്റെ പിന്നിൽ കുറച്ചധികം നാൾ പോയി. കുറച്ചൊക്കെ എനിക്ക് എന്താ പറയുക, വളരെ നഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിന്ന്. കാരണം നമ്മൾ നല്ലൊരു പർച്ചേസ് ചെയ്യാൻ ഒരു സ്ഥലം കിട്ടണമല്ലോ, അത് കിട്ടാൻ കുറച്ചധികം എനിക്ക് പാടായിരുന്നു. ഞാൻ കുറച്ചധികം അന്വേഷിച്ച് കുറച്ചൊക്കെ കാശ് പോയി, എന്നിട്ടാണ് ഞാൻ നല്ല ബെസ്റ്റ് ഓണേഴ്സിനെ കണ്ടുപിടിച്ചത്. അത് കാരണം സാരിയുടെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയില്ല, കാരണം ഞാൻ അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല ഓണറിനെ കിട്ടാൻ വേണ്ടിയിട്ട്. ബിസിനസ് ആകുമ്പോൾ കുറച്ച് നമ്മൾ കഷ്ടപ്പെടണം. അപ്പോൾ പെട്ടെന്നൊരു ഇതിൽ ഞാൻ ഇവിടെ പോയിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് എടുത്തോന്നൊന്നും ഞാൻ പറയുന്നില്ല സാരിയുടെ കാര്യത്തിൽ. കാരണം മെറ്റീരിയൽസ് അങ്ങനെയല്ല, മെറ്റീരിയൽസ് നമുക്ക് ഞാൻ പറയാം, കുഴപ്പമില്ല, എനിക്ക് മെറ്റീരിയൽസ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടേതായ കസ്റ്റമൈസേഷൻ ചെയ്യും. പക്ഷെ സാരി അങ്ങനെയല്ല, എല്ലായിടത്തും ഒരേപോലത്തെ സാരി കാണാൻ പറ്റും. ഇപ്പോൾ ഒരു പേജിൽ ഒരു സാരി കൊണ്ടുവന്നാൽ വേറെ പേജിൽ അതേ സെയിം സാരി വരും. അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ സാരിയുടെ കാര്യത്തിൽ കുറച്ച് ഞാൻ അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കറക്റ്റ് എവിടെ നിന്നാണ് പോയി എടുത്തതെന്നൊന്നും ഞാൻ പറയുന്നത്. ഞാൻ സേലത്തു നിന്നാണ് സാരി എടുത്തത്, ഞാൻ പറയാം. സേലം തമിഴ്നാട് നിന്നാണ് ഞാൻ സാരി എടുക്കുന്നത്. ഇതുവരെ ഞാൻ പോയി എടുത്തിട്ടില്ല, എല്ലാം ഞാൻ ഓൺലൈനിൽ ഓണേഴ്സിനെ കണ്ടുപിടിച്ച് അത്യാവശ്യം നല്ലവരായിട്ട് സംസാരിച്ച് 1-2 സാരി ആദ്യം ഓർഡർ ചെയ്ത് വരുത്തി ക്വാളിറ്റി ചെക്കൊക്കെ ചെയ്ത് എല്ലാം ഓക്കെ ആക്കിയിട്ടാണ് ഞാൻ സാരി ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് ഒരു 70+ സാരീസ് നമ്മുടെ അടുത്ത് നിന്ന് ഇപ്പോൾ സെയിലായി പോയിട്ടുണ്ട്. ആ ഒരു ബ്രൗൺ കളർ ആരണി ഷിഫ്റ്റ് സാരി. അപ്പം ഞാൻ ഒറ്റ ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്നല്ല ഈ ഒരു 70 സാരീസ് വാങ്ങിയത്, 2-3-4 ഓണേഴ്സിൻ്റെ അടുത്തു നിന്നാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് പറ്റിക്കൽപ്പെട്ടു, ഞാൻ ചെറുതായിട്ട് ഞാൻ പറ്റിക്കപ്പെട്ടു. അപ്പോൾ കുറച്ച് കാശൊക്കെ പോയി, നമ്മൾ തിരിച്ചെടുത്തു, അത് പ്രോഫിറ്റ് ആയിട്ട് എൻ്റെ തിരിച്ചെടുത്തു. അതുകൊണ്ട് സാരി എനിക്ക് പെട്ടെന്ന് തന്നെ ഞാൻ ഇന്നൊരു ഷോപ്പിൽ നിന്നാണ് പോയി എടുത്തതെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ കുറച്ചധികം എന്താ പറയുക അന്വേഷിക്കുക, നല്ല ഷോപ്പ് കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരോട് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തവരോടാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിൽ എനിക്ക് മെസ്സേജസ് തരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, എങ്ങനെയാണ് തുടങ്ങാന്നൊക്കെ ചോദിച്ചിട്ട്. എന്നെ കോൾ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും, എന്നെ ഇങ്ങനെ കോൾ ചെയ്യരുത്, കണ്ടിന്യൂസ് ആയിട്ട് ചില കോൾസൊക്കെ വരുന്നുണ്ട്, ഫോൺ എടുക്കുക ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ചോദിക്കാനാന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ മെസ്സേജ് തരും, നിങ്ങൾക്ക് ഞാൻ മെസ്സേജ് തരുന്നുമുണ്ട്, ഞാൻ അത്യാവശ്യം പേർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട് സ്റ്റിൽ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ എന്താണ്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്കറിയാലോ എനിക്ക് അത്യാവശ്യം പണിയുണ്ട്. അതായത് യൂട്യൂബ് ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്, മിക്കപ്പോഴും ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ബിസിനസ് ഉണ്ട്, നിങ്ങൾക്കറിയാലോ ബിസിനസ് ഉണ്ട്, ഞാൻ വർക്ക് ചെയ്യുകയാണ്, എനിക്ക് കളരി ക്ലാസ് ഉണ്ട്, ഞാൻ ആഡ് ഷൂട്ട്, അതുപോലെ തന്നെ ഷൂട്ടിനും കാര്യങ്ങളും പ്രൊമോഷനൊക്കെ ചെയ്യുന്ന ഒരാളാണ്. മൊത്തത്തിൽ എല്ലാം കൊണ്ടും നടക്കാൻ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇതിനിടയിൽ ബിസിനസ് ചെറുതായിട്ട് ഒരു 3 മാസമൊക്കെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ആ ഒരു ഫ്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം അപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ബിസിനസ്സും കൂടി വന്നു. ഇപ്പം എൻ്റെ ലൈഫ് എന്താ പറയുക, ഫുൾ ബിസിയാണ്. എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ അധികം സമയമില്ലാത്ത പോലെ, കാരണം എപ്പോഴും ഓരോന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. ഇപ്പോൾ രാവിലെ എനിക്ക് ഇവിടുത്തെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ വർക്കിന് പോകും. അതിനുശേഷം വർക്ക് കഴിഞ്ഞ് വന്നാൽ പിന്നെ ബിസിനസ്സിൻ്റെ കാര്യം നോക്കും. പിന്നെ അതിനിടയിൽ എന്തെങ്കിലും ഷൂട്ട് വന്നാൽ ഷൂട്ടിന് പോകും. പിന്നെ യൂട്യൂബിൽ ഇതാ വീഡിയോ ഇടുന്നു, ഫുൾ മൊത്തം ബിസിയാണ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, കളരി ക്ലാസ്. അത് ഞാൻ മറന്നു പോയിട്ടോ, കളരി ക്ലാസ് ഉണ്ട്, ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് കളരിയുടെ. അപ്പോൾ അതും ഉണ്ട്, വീക്ക്ലി 2 ദിവസമാണ് ക്ലാസ് എടുക്കുന്നത്. സോ അതും ഉണ്ട്.
അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ എൻ്റെ ലൈഫ് ഫുൾ ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ് ഇല്ലാത്ത സമയത്ത് ആ ഒരു റെസ്റ്റിംഗ് ടൈം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതുമില്ല. ഫുൾ ബിസിയാണ്. എന്നാലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ. കാരണം ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടും. അപ്പോൾ ഇപ്പോൾ അതൊന്നുമില്ല. ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നു എല്ലാം. പിന്നെ ഞാൻ കല്യാണ സമയത്ത് ഞാൻ 2-3 പേര് കമൻറ്റ് കണ്ടു കേട്ടോ. എങ്ങനെയാണ് ഇത്രയും ഇതെല്ലാം ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നത്, ഫ്ലോയിൽ എവിടെയും വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട്. എനിക്കങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടൊന്നും തോന്നിയിട്ടില്ല, പക്ഷെ മടി വന്നിട്ടുണ്ട്. യൂട്യൂബിൻ്റെ വീഡിയോസ് ഇടാനാണ് എനിക്ക് മടി വരാറുള്ളത്. ബാക്കിയൊന്നിനും എനിക്ക് മടിയില്ല. വർക്ക് ചെയ്യാൻ എനിക്ക് മടിയില്ല, എൻ്റെ ബിസിനസ് ചെയ്യാൻ എനിക്ക് മടിയില്ല, അതുപോലെ തന്നെ എന്താ പറയുക, കളരി ക്ലാസ് എടുക്കാൻ എനിക്ക് മടിയില്ല, ഷൂട്ടിന് പോകാൻ എനിക്ക് മടിയില്ല. പക്ഷെ വീഡിയോ ഇടാൻ എനിക്ക് ചെറുതായിട്ടൊക്കെ മടി തോന്നാറുണ്ട്. ആ സമയത്തൊന്നും സ്റ്റോപ്പ് ചെയ്താലോ, യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടാൽ മതിയല്ലോ. പക്ഷെ പറ്റില്ല, നമുക്ക് ഏൺ ചെയ്യാനല്ലോ. അപ്പം ഞാൻ വീഡിയോ ഇടും, ഏൺ ചെയ്യും. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. ഇതുവരെ എനിക്ക് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകുന്നുണ്ട്. എനിക്ക് എങ്ങനെയാണെന്ന് തന്നെ അറിയില്ല കേട്ടോ. എല്ലാം കൂടി ഞാൻ ഇങ്ങനത്തെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ഭയങ്കര ഫ്ലോ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എവിടെയും അങ്ങനെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. പിന്നെ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം നമ്മുടെ ഒരു ഓൺ ബ്രാൻഡാണ്, എൻ്റെ സ്വന്തം ബിസിനസ്സാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. യെസ്. അപ്പം ഇതിൻ്റെ പാർട്ട്ണറായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഫിനാൻഷ്യലി എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഞാൻ എൻ്റെ വിച്ചുവിനോട് ചോദിക്കാറുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയില്ല കേട്ടോ. ഇപ്പോൾ ഫിനാൻഷ്യലി എനിക്ക് കുഴപ്പമില്ല. മുന്നേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജോബ് ഉണ്ടായിരുന്നില്ല. ഞാൻ യൂട്യൂബ്, അതുപോലെ തന്നെ ആഡ് ഷൂട്ട്, പ്രൊമോഷൻ, കളരി ക്ലാസ്സും ബിസിനസ് മാത്രമായിരുന്നു. അപ്പോൾ ആ ഒരു ഏണിങ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു ജോബും കൂടി ആയപ്പോൾ എനിക്ക് ഫിനാൻഷ്യലി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പോൾ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിച്ചു ഡെഫിനറ്റ്ലി ഞാൻ നിന്നെ കോൺടാക്ട് ചെയ്യും, നീ ഒരു സപ്പോർട്ട് തരണം, ബാക്ക് സപ്പോർട്ട് തരണം എൻ്റെ ബിസിനസ്സിനെ. സോ ആളെന്തായാലും സപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ട, ആൾക്ക് കുഴപ്പമൊന്നും, ആൾ ഭയങ്കര സപ്പോർട്ടാണ്. ആൾ പറഞ്ഞത് ബിസിനസ് നല്ല രീതിക്ക് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ജോബ് റിസൈൻ ചെയ്തോന്നാണ്. പക്ഷെ ഞാൻ ജോബ് റിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ. കാരണം അവിടെ എനിക്ക് കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ എനിക്കിഷ്ടമാണ്, അവിടെയും വീഡിയോ എടുക്കലൊക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ വിച്ചുവിൻ്റെ അഭിപ്രായത്തിൽ ബിസിനസ്സിന് അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പോൾ പോകുന്നുണ്ടല്ലോ. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ ജോബ് റിസൈൻ ചെയ്തോന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ റിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. പിന്നെ വിച്ചു ആയാലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫിനാൻഷ്യലി. കാരണം ഇത് എനിക്ക് ആദ്യം ഒറ്റയ്ക്കൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഫിനാൻഷ്യലി അത്യാവശ്യം നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ എൻ്റെയും വിച്ചുവിനും കൂടിയിട്ടുള്ളതാണ്. വിച്ചു ഒരു പാർട്ട്ണറാണ്. ഒരു ഷെയർ ഞാൻ വിച്ചുവിന് എന്തെങ്കിലും പ്രോഫിറ്റ് കൊടുക്കേണ്ടി വരും. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ, ചോദിക്കൊന്നുമില്ല പ്രോഫിറ്റ്. എൻ്റെ ഷെയർ ഒന്നും ചോദിക്കില്ല, ഷെയർ എനിക്ക് മാത്രം. അപ്പം അങ്ങനെയാണ് കേട്ടോ. എന്തായാലും നല്ല സപ്പോർട്ടാണ്. ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും, ഇപ്പോൾ വിച്ചുവിൻ്റെ ഫാമിലി ആയാലും ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരും ചോദിക്കും, അതായത് അമ്മയൊക്കെ ചോദിക്കും ഇവിടെ പാക്കിങ്ങിനൊക്കെ ഞാൻ സഹായിക്കട്ടെ എന്നൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ ഇടയ്ക്ക് എൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെയിൽ കാണുമ്പോൾ അമ്മയെ തന്നെ ചോദിക്കും, ഞാൻ പാർട്ട്ണർ ആയാലോ എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ഞാനിത് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഫിനാൻഷ്യലി അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്കൊരു ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഞാൻ ആരെങ്കിലും ഒരാളെ കൂട്ടിന് വിളിക്കുന്നതായിരിക്കും. അതായത് ഇവിടുത്തെ ആരെങ്കിലും പുറത്തുനിന്നില്ല, വിച്ചു അല്ലെങ്കിൽ അമ്മേനെ കൂട്ടിന് വിളിക്കും. ഇപ്പം ഞാനിത് ഒറ്റയ്ക്ക് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും പാക്ക് ചെയ്യാൻ, എൻ്റെ ചേച്ചി ആയാലും അമ്മയായാലും ഒക്കെ പാക്ക് ചെയ്യാൻ വരാമെന്നൊക്കെ പറയും. ചേച്ചി ഇടയ്ക്ക് പാക്ക് ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഞാൻ ആദ്യം തൊട്ടേ ഇങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ട് നടക്കണം. കാരണം ആരെങ്കിലും ഇതിൽ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ. എനിക്കറിയില്ല, അത് എന്തോ പോലെയാണ്. എനിക്ക് ചെറുതായിട്ട് കുശുമ്പൊക്കെ വരും. അപ്പോൾ ഞാൻ അങ്ങനെ പാക്ക് ചെയ്യാനൊന്നും ആരും വിളിക്കാറില്ല. പിന്നെ എനിക്ക് അത്ര പെർഫെക്ഷൻ ആയിട്ട് തോന്നില്ല പാക്കിംഗ് ഒക്കെ. എനിക്ക് ഞാൻ തന്നെ ചെയ്യണം എല്ലാ കാര്യം. അപ്പം അങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല. എനിക്ക് കൈ വേദനിക്കുന്നുണ്ട്. ഞാൻ ട്രൈപോണിൻ്റെ സ്റ്റാൻഡ് എൻ്റെ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു. ഇവിടെ നിന്ന് ഞാൻ ചാവക്കാടായിരുന്നു കുറച്ച് ദിവസം, അതായത് എൻ്റെ വീട്ടിൽ. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ട്രൈപോണിൻ്റെ സ്റ്റാൻഡ് കൊണ്ടുപോയി. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഞാൻ ട്രൈപോണിൻ്റെ സ്റ്റാൻഡ് കൊണ്ടുവന്നില്ല. അതുകൊണ്ട് ഞാൻ കയ്യിലാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അതാണ് ചെറിയൊരു പെയിനൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ബിസിനസ്സിൻ്റെ കാര്യം. നമ്മളൊരു ഹാപ്പി ന്യൂസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ. എന്താണെന്ന് അറിയില്ല, ഭയങ്കര സന്തോഷം. അപ്പോൾ ഈ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കുക, ഫോളോ ചെയ്ത് വെച്ചേക്കൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ പേജിൽ 2 സാരിയെ കൊണ്ടുവന്നിട്ടുള്ളെങ്കിലും നമ്മൾ ഇനി വഴിയെ സാരീസൊക്കെ കൊണ്ടുവരും. ആ ഒരു മെറൂൺ സാരി ഇപ്പോഴും സെയിൽ വരുന്ന കാര്യം, നമുക്കൊരു പുതിയ സാരി എടുക്കാൻ തോന്നുന്നില്ല. കാരണം എല്ലാവരും നമ്മളൊരു ബ്ലൂ സാരി കൊണ്ടുവന്നു, പക്ഷെ അതിനേക്കാളും കൂടുതൽ പേര് ചോദിക്കുന്നത് ഇപ്പോഴും ആ ഒരു മെറൂൺ അല്ലെങ്കിൽ ആ ഒരു ബ്രൗൺ കളർ ഷെയ്ഡുള്ള സാരീസാണ്. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ട് സെയിലായിട്ട് നമ്മൾ പൊതുവെ സാരീസൊക്കെ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ നമ്മുടെ പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ, ലവ് യു ഓൾ.